വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. ഞങ്ങളൊരു 2 വർഷം മുമ്പ് ഒരു പാർട്ട് 1 ഓഫ് ഇന്റർവ്യൂയിങ് മൈ കസിൻസ് എടുത്തിരുന്നു. അതിന്റെ പാർട്ട് 2 ഇടണം എന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ ഇടാൻ പറ്റിയില്ല. സോ ആഫ്റ്റർ 2 years നമ്മൾ അതിന്റെ പാർട്ട് 2 ഇടാൻ പോവാണ്. ഇവരൊക്കെ വളർന്ന് വലുതായി, ഇവരൊക്കെ ടീനേജേഴ്സ് ആയി ഇപ്പോ. അപ്പൊ നമുക്ക് തുടങ്ങാം. അവിടെ കുഞ്ഞുണ്ണി ഒരാളും കൂടി ഉണ്ട്. ഓ, ഇവര് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ഓർമ്മയില്ലെങ്കിൽ തേനുണ്ടായിരുന്നില്ല. ഇത് നമ്മളെ കുഞ്ഞുണ്ണി അദ്വൈത്, ഇത് നമ്മളെ മാധവ് കൃഷ്ണ, ഇത് തേനു, പേരെന്താ, നീല പ്രഗീത്, ഇത് നമ്മളെ ആദിക്കുട്ടി ആദിലക്ഷ്മി. ഇരിക്കി. ക്വസ്റ്റ്യൻ: നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ ആരെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് സ്വാപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ആരായിരിക്കും? ചിന്തിച്ചോക്ക്. തങ്കു. നീയോ? ഒരാളെ പറ, അല്ലെങ്കിൽ നീ എല്ലാരും കൂട്ടിക്കോ, മാമന്മാരൊക്കെ കൂട്ടിക്കോ. കൺമണി. എന്തുകൊണ്ടാ കൺമണിയെ? ഓ, ഫ്രീ ആയിട്ടോ നല്ല വളർച്ച കാശ്. നീയോ? അപ്പൂസായാല? അപ്പൂസേ, നീ ഇത് കേക്കണം. നീയോ? അടി കുറവായിരിക്കും. എനിക്ക് വേണമെങ്കിൽ കരഞ്ഞാൽ എന്ത് കടയിൽ കിട്ടും എനിക്കത് മനസ്സിലായി. നീ അമ്മയായിട്ടല്ലേ സ്വാപ്പ് ചെയ്യണേ? ഓ, തങ്കുമായിട്ടല്ലേ? വേഷം കെട്ടിട്ട എന്ത് കിട്ടും. നീയോ? എല്ലാരും ചീത്ത പറയാം. പഠിക്കാണ്ടിരിക്കാനായിട്ട് എന്ത് എക്സ്ക്യൂസാ നിങ്ങൾ പറയാറ് വീട്ടില്? ഫണ്ണിയസ്റ്റ് എക്സ്ക്യൂസ് എന്താ? അതാണോ ഫണ്ണി? ഈശ്വര, പഠിക്കാണ്ടിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇതൊക്കെ അമ്മ കാണൂട്ടോ. ഇനി നിനക്ക് വീഴാൻ പറ്റില്ല. ഓ നോ, ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളത് പഠിക്കാണ്ടിരിക്കാൻ ഞാനൊന്നും ചെയ്യാറില്ല. ഞാൻ നല്ല കുട്ടിയാ, ഞാൻ എന്നും പഠിക്കും. അല്ലേ? അങ്ങനെയൊന്നുമില്ല. അമ്മാവ പഠിക്കാൻ പറയുന്നു, പഠിക്കാല്ലേ. ഞാൻ വേറെ അമ്മാമ ഒന്നും തൊട്ട കൂട്ടാൻ ചോദിച്ച സമയങ്ങളാണ്. ലാസ്റ്റ് മിനിറ്റ് 5 മിനിറ്റ്. അയ്യോ, മാധവൻ ചിന്തിച്ച് പറയട്ടെ എന്നൊക്കെ. പേടിക്കണ്ട, അമ്മക്ക് കാണിച്ചു കൊടുക്കണ്ട. അപ്പൊ അമ്മ കാണില്ല. അമ്മക്ക് കാണിച്ചു കൊടുക്കണ്ട. വീട്ടിലാരും അറിയാണ്ട് ഞാൻ കൂട്ടുകാരനെ വിളിച്ച് വീട്ടിലേക്ക് എടുത്തു. എന്നിട്ട് അവന്റെ ഒപ്പം കളിക്കാണെന്ന് പറഞ്ഞു. നീയോ? എനിക്ക് ബാത്റൂമിനുള്ളിൽ 1 മണിക്കൂർ ഇരിക്കുന്നു. ഇതൊന്നും നമ്മോട് പോയി പറയില്ല. ഇല്ല, അമ്മ കാണും. പറയാൻ പറ്റില്ല. എനിക്ക് പ്രത്യേകിച്ച് ഞാൻ എന്തെങ്കിലും പറയൂല, അമ്മ കണ്ടാലോന്നൊക്കെ പറഞ്ഞു. അറിയില്ല പഠിക്കാൻ. അപ്പൊ അതുകൊണ്ട് എക്സ്ക്യൂസ് ഒന്നും പറയാറില്ല അല്ലെ? നല്ല കുട്ടി. ഇതൊക്കെ സ്വപ്നത്തിലല്ലേ. If you had a crush, നിനക്കൊരു ക്രഷ് ഉണ്ടെങ്കിൽ ആ ക്രഷിന്റെ അടുത്ത് ഇപ്പൊ നിനക്ക് എന്താ പറയാനുള്ളത്? ഈ വീഡിയോയിലൂടെ പറഞ്ഞോ. അവിടെ പോയിരിക്കും. എനിക്കൊന്നും പറയാനില്ല. ക്രഷ് ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്ത് പറയും? പോയി പണിയാക്കാൻ പറയും. ക്രഷ് എന്ന് പറഞ്ഞാ ആരാ? ക്രഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ആളാണ്. അമ്മ, അച്ഛൻ, അങ്ങനെയല്ല. ഓക്കെ, പോ, വളർന്നിട്ടില്ല. നീ പറ. എന്തിട്ട് ക്രഷിന്റെ അടുത്ത് എന്താ പറയാ? ഈ ക്രഷ് ഈ വീഡിയോ കാണുന്നുണ്ട്. അപ്പൊ ക്രഷിന്റെ അടുത്ത് നിനക്ക് എന്താ പറയാനുള്ളത്? ഹലോ, സുഖാണ്, എന്തൊക്കെയുണ്ട് വിശേഷം? എടാ, കണ്ണിലെ റൊമാൻസ്, കണ്ണ് തിളങ്ങുന്നു. നീ അല്ലാതെ എനിക്കറിയില്ല ഒന്നും പറയാൻ. നീ എന്തോട്ടാ പറയാ? ഹായ് ഹായ് മാത്രമേ അത്ര ഉള്ളു. എന്നാലും പറ, ക്രഷ് എങ്ങാനും ഇനി കണ്ടാലോ? ക്രഷ് ഇല്ലേ ഭാവിയിലെ ക്രഷ്? ഭാവിയിൽ നിനക്ക് ഒരു ക്രഷ് ഉണ്ട്. ആ ക്രഷിന്റെ അടുത്ത് നിനക്ക് ഒരു കാര്യം പറയണം. നീ എന്ത് പറയാം? ഹായ്, സുഖാണ്. ഹായ് മാലിനി, ഞാൻ അത് ചൊല്ലിയാവണം.
അങ്ങനെയൊക്കെ പറയണ്ടേ? അതിനുള്ള പ്രായമായിട്ടില്ലെന്ന്. അമ്മനോട് പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ നോണ ഏതാ? അമ്മയോട് പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ നുണയാണ്. എനിക്ക് ആലോചിക്കാണ്, ഞാൻ ലാസ്റ്റ് പറയാം. നീ പറ. പഠിച്ചു കഴിഞ്ഞു. വെരി ഇൻഡസെന്റ്. എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. നോണെന്ന് പറയുമ്പോൾ കൊള്ളത്തരല്ലേ. ഞാൻ ആലോചിക്കട്ടെ. അടുത്ത ആള് 5 മിനിറ്റ് ഫോൺ നോക്കിട്ട് തരാം. നെവർ ഗോയിങ് ടു ഹാപ്പൻ. നോക്കാം. 5 മിനിറ്റ് 5 മണിക്കൂറാവും. പറ. എനിക്ക് 2 നോണുണ്ട്. അത് ഒന്നാമത്തെ രാജലക്ഷ്മി പറഞ്ഞത് 5 മിനിറ്റ് നോക്കണമെന്നും പറഞ്ഞ് കുറെ നേരം നോക്കും. പിന്നെ ഞാനൊന്നും ചെയ്തില്ല, ഞാനത് അറിഞ്ഞിട്ട് പോലും. നീ പറ. ഏറ്റവും വലിയ നോണയാ ഇടയ്ക്ക് തങ്കൂന്റെ മേത്തേക്ക് ബ്ലെയിം ചെയ്യുന്ന എന്റെ കുറ്റായാല്. പിന്നെ അതൊക്കെ ചില സമയത്ത് സഹി കെട്ടിട്ട് ചെയ്ത പണികളാ. പിന്നെ ആ ചേച്ചി പറഞ്ഞല്ലോ ഒരു 5 മിനിറ്റ് ഫോൺ ഇറങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ എനിക്ക് അടി കിട്ടും. കൂട്ടത്തില് നിങ്ങള് 4 പേരില് ഏറ്റവും ഫസ്റ്റ് മില്യനിയർ ആവണെന്ന് തോന്നുന്നത് ആരാ? നിങ്ങൾ 4 പേരിൽ ഏറ്റവും ഫസ്റ്റ് കാശുകാരനാവണത് ആരായിരിക്കും? ആൻഡ് എന്തുകൊണ്ട്? കാരണം ആദ്യം ഫസ്റ്റ് വലുതാവല്ലോ. വലുതാവുമ്പോ ഞാനല്ലേ ഫസ്റ്റ് വലുതാവാ. ഇവരൊക്കെ ഏകദേശം അങ്ങനെയല്ല, ഇവനാവും. പിന്നെ +2 ഒക്കെ കഴിഞ്ഞിട്ടല്ലേ. അപ്പൊ ആദ്യം എനിക്കല്ലേ ജോലി കിട്ടാ. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. മില്യനിയർ ആവണമെങ്കിൽ ജോലി കിട്ടണമെന്നൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് തോന്നാണ്. അല്ല എന്നുവെച്ചാ ഒന്നില്ലെങ്കിൽ ഇവൻ അല്ലെങ്കിൽ ഞാന് ജോലി ചെയ്യാണെങ്കിൽ ഒരു ചാൻസ് ഇല്ല. രണ്ട് ഓപ്ഷൻ. നിനക്കൊരു ഓപ്ഷൻ കിട്ടാണ്. റീഡ് എവരി വൺസ് മൈൻഡ് ഓർ എവരി വൺ ക്യാൻ റീഡ് യുവർ മൈൻഡ്. ഏതായിരിക്കും നീ ചൂസ് ചെയ്യാം? റീഡ് എവരി വൺസ് മൈൻഡ്. പക്ഷെ അത് കഷ്ടപ്പാടായിരിക്കില്ലേ? അവര് നിന്റെ കുറ്റം പറയണൊക്കെ നീ അറിയും, അതറിഞ്ഞിട്ട് നിനക്ക് വിഷമാവും. ഞാൻ വിഷമിച്ചോളാം അല്ലേ? നീയോ? അതന്നെ മതി. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. അപ്പൊ നിങ്ങൾ അതിലേ പോവാണ്. ഒരാൾ നിന്നെ പറ്റി വൃത്തിയായിട്ട് കുറ്റം പറയുന്നു, പക്ഷെ നിനക്ക് അത് അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ, പക്ഷെ നീ അത് അറിയും. അപ്പൊ നീ അത്ര വൃത്തികേടാണോ നീ വിചാരിക്കുന്നത്? This is not practical. നിന്റെ മനസ്സവരെ അറിഞ്ഞോട്ടെ, നീ നല്ലത് മാത്രം വിചാരിച്ച പോരെ. ഞാനത്ര നല്ലവനല്ലാന്നൊക്കെ. ഒരു ഭൂമി കുലുക്ക് ഉണ്ടായിന്ന് വിചാരിക്കാം. ഭൂമി കുലുക്ക് ഉണ്ടായാലും ഞാൻ ഉറങ്ങും. അങ്ങനെ ഇതിലാരായിരിക്കും? നിങ്ങൾക്ക് തോന്നുന്നത് ആരായിരിക്കും? തേനോ? ഭൂമി കുലുക്ക് ഉണ്ടായാലും ഞാൻ ഉറങ്ങും, അങ്ങനെയാണോ? എന്റെ അച്ഛനമ്മയും പറയുന്നത്, അമ്മാമ്മയും അതന്നെ പറയുന്നത്. ഞാൻ ഉറങ്ങിയപ്പോ രാവിലെ ആകുമ്പോ എനിക്കുള്ളൂ. ഭൂമി കുലുക്ക് ഉണ്ടായാലും അറിയില്ല അല്ലെ? അപ്പൊ ഇവിടെ തട്ടിക്കൊണ്ട് പോകാൻ സുഖാന്നൊക്കെ. വാട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് തിങ് യു പ്രിറ്റൻഡ് യു ലൈക്ക്? എന്നുവെച്ചാ ബാക്കിയുള്ളവർക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്കിഷ്ടാണ് അഭിനയിക്കുന്നത് എന്താ? സത്യത്തിൽ പക്ഷെ നിങ്ങൾക്ക് അത് ഇഷ്ടമല്ല, പക്ഷെ എല്ലാവർക്കും ഇഷ്ടമുള്ളതുകൊണ്ട് ഇഷ്ടാണ് അഭിനയിക്കുന്നു. മാച്ച ഇഷ്ടല്ല, പക്ഷെ എല്ലാവർക്കും ഇഷ്ടമുള്ളതുകൊണ്ട് നീ ഇഷ്ടാണ് അഭിനയിക്കും. വെറുതെ ഇങ്ങനെ പറയും. നീയോ? ഞാൻ ചില ഫുഡുകളൊക്കെ ഇതാക്കുമ്പോ ഞാൻ പറയും അതെനിക്ക് ഇഷ്ടമാണ്, പക്ഷെ സത്യത്തിൽ ഇഷ്ടല്ല. ലൈക്ക് മാങ്ങ ഒക്കെ ചിലവരോട് അവര് പറയും മാങ്ങ നല്ലത്, എനിക്ക് മാങ്ങ ഇഷ്ടമുണ്ട്, അപ്പൊ ഞാൻ അത് വാങ്ങിച്ചരാന്നൊക്കെ പറയുമ്പോ ഇഷ്ടമുണ്ടോന്നൊക്കെ പറയും. ഞാൻ ഇപ്പൊ എല്ലാവർക്കും ഒരു ഗെയിം ഇഷ്ടമാണെങ്കിൽ എനിക്ക് ആ ഗെയിം ഇഷ്ടമാണെന്നില്ല, എന്നാലും ഞാൻ അവരുടെ ഒപ്പം കളിക്കും. അത് നീ ആലോചിച്ചു കഴിഞ്ഞില്ലേ? ഗെയിമാ അല്ലെങ്കിൽ വല്ല സെലിബ്രിറ്റീന് ഇഷ്ടം, അങ്ങനെ എന്തെങ്കിലും? എവരിബഡി എല്ലാവർക്കും ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ളതുകൊണ്ട് ഇഷ്ടം, ശരിക്കും ഇഷ്ടമല്ല. ഈശ്വര, മോഹൻലാൽ ഫാൻസി വീഡിയോ കാണുമ്പോ ആദിലക്ഷ്മി ആയിരല്ല. ഇതാണ് കേട്ടോ കൾപ്രിറ്റ്, ഞാനല്ല. മണി ഓർ അൺലിമിറ്റഡ് ഹോളിഡേസ്? അൺലിമിറ്റഡ് മണി.
അത് ഇവരൊക്കെ മണി പറഞ്ഞോണ്ടല്ലേ, ശരിക്കും എനിക്ക് ഇഷ്ടം ഹോളിഡേ അല്ലേടാ. ഹോളിഡേ കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് കാശ് മേടിച്ചാണെങ്കിൽ സ്കൂളിൽ കാണിച്ച് ഹോളിഡേ കൊടുക്കാലോ. അങ്ങനെ അങ്ങനെ പറ്റില്ല. ഞാൻ വേണം, ഞാൻ എനിക്കടാ നിനക്ക് അല്ല, സ്കൂളില് ഞാനിപ്പോ കൊടുക്കും. give me a needy. 1 മില്യൺ രൂപ പാവപ്പെട്ടു. ഗുഡ് മൈൻഡ്. വെരി ഗുഡ്. ഇവരുടെ നിർബന്ധപ്രകാരം നമ്മൾ ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ. ഇതുപോലുള്ള ടീനേജേഴ്സ് നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാൽ എന്താണ് അവരുടെ ഉത്തരം എന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം. ബൈ പറ. അതെ, അവൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യണേ.